ഹലോ, ഇത് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ചോറുണ്ടാക്കിയാലോ? എന്നെല്ലാവരും വാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള ചെമ്മീൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് അത് വഴണ്ട് വന്നതിന് ശേഷം ഇതിൻ്റെ പച്ച മണമെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും അതിന് പച്ചമണമെല്ലാം മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളി ആയതുകൊണ്ട് ഞാൻ ഒരു തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചെറിയ തക്കാളി ആണെങ്കിൽ 2 3 ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ പേസ്റ്റ് പരുവത്തിലാകുന്നതിൽ വഴറ്റി കൊടുക്കണം. ഞാനിനി ഫ്രൈ ചെയ്യുന്നുണ്ട്, ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല പാകത്തിന് നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയില, പുതിനയില ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന അരി, 1.5 ഗ്ലാസ് അരി ഞാൻ കഴുകി വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അരി. ഇനി അരിയിലേക്ക് 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇനി ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കാഷ്യൂനട്ട്, മുന്തിരി ഇതിൻ്റെ മേലൊന്ന് ചേർത്ത് കൊടുക്കാം.